എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, then ഷെയർ ചെയ്യുക. NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ +2 വിദ്യാർത്ഥികൾ നിങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും അല്ലെ. എന്നാൽ ഇന്ന് നിങ്ങളുടെ റിസൾട്ട് NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ റിസൾട്ട് ചെക്ക് ചെയ്യേണ്ട ആ ഒരു ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെ. NIOS 2026 ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതിയ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നിട്ടുണ്ടോ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. സോ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഉടനെ തന്നെ, അതായത് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് NIOSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിൽ NIOS സെക്കൻഡറി അല്ലെങ്കിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ട് NIOS ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. ഇപ്പോൾ നിലവിൽ +2 വിദ്യാർത്ഥികളുടെ റിസൾട്ട് മാത്രമേ NIOS പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ +2 വിദ്യാർത്ഥികൾ ഉടൻ തന്നെ റിസൾട്ട് ചെക്ക് ചെയ്യാം. ഇനി റിസൾട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിസൾട്ടിൽ SYC, SYCT, SYCP എന്നൊക്കെ കാണുന്നുണ്ടാവും അല്ലെ. അപ്പോൾ അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ഫെയിൽ ആയി എന്നുള്ളതാണ് കേട്ടോ. SYC കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഏതെങ്കിലുമൊക്കെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ നേരെ SYC കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കലും തിയറിയും നിങ്ങൾ ഫെയിൽ ആയി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ നേരെ SYC കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്ട് നിങ്ങൾ ഫെയിൽ ആണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി SYCT എന്ന പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ നേരെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിയറി സബ്ജക്റ്റ് ആണ് നിങ്ങൾ ഫെയിൽ ആയിരിക്കുന്നത്, പ്രാക്ടിക്കൽ നിങ്ങൾ പാസ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തിയറി പരീക്ഷ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി SYCP കാണിച്ചിട്ടുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ നേരെ SYCP കാണിച്ചിട്ടുണ്ട്, അവിടെ നിങ്ങൾ പ്രാക്ടിക്കൽ ആണ് നിങ്ങൾ ഫെയിൽ ആയിരിക്കുന്നത്, തിയറി നിങ്ങൾ പാസ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ മാത്രം എക്സാം എഴുതിയാൽ മതി. അങ്ങനെയാണോ വരുന്നത്? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഈ SYC, SYCT, SYCP ബേസ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു പരീക്ഷയിൽ ഫെയിൽ ആയി പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഉടനെ തന്നെ നമുക്കറിയാം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പരീക്ഷയ്ക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ആ ഒരു ഫെയിൽ ആയ സബ്ജക്റ്റുകൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ അടുത്ത പബ്ലിക് എക്സാം, അതായത് ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാം 2026 ഒക്ടോബറിലെ എക്സാം ആണ്. അപ്പൊ ആ ഒരു എക്സാമിന് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്ത് ഫെയിൽ ആയ സബ്ജക്റ്റുകൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ ഉടൻ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നിങ്ങളുടെ റിസൾട്ട് എത്രയും പെട്ടെന്ന് ചെക്ക് ചെയ്യുക. അത് +2 വിദ്യാർത്ഥികൾ മാത്രം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടില്ല, വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നിലവിൽ +2 വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക. റിസൾട്ട് ചെക്ക് ചെയ്തതിനു ശേഷം ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റുകൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. അതുപോലെ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ ഇനി മുന്നോട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ ഇവിടുന്ന് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി അഡ്മിഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ LBയിൽ ഡിഗ്രിയുടെ അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഡിഗ്രി കോഴ്സിന് നിങ്ങൾക്ക് LBയിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിർത്തുന്നു. NIOSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.